നെക്സ്റ്റ് ഒരു വളരെ കിടിലം ഒരു സാധനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫ് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ എക്സാമിനൊക്കെ ആവശ്യമുള്ള ഒരു ഗ്രാഫാണ്. ശ്രദ്ധിക്കുക. ആദ്യം ഞാനൊരു കഥ പറയാം. നോക്കൂ, ആരുടെ കഥയാണ്? ഒരു സോളിനോയിഡിൻ്റെ അകത്ത് ജീവിച്ചിരുന്ന ഒരു സോഫ്റ്റ് ആൻഡ് പീസിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതാ നോക്കൂ, നല്ലൊരു കഥയാണ്. അപ്പോൾ നോക്കൂ, ഇതാരാണ്? ഒരു സോളിനോയിഡാണ് കേട്ടോ. ഒരു സോളിനോയിഡാണ്. ആദ്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ള കഥകളെല്ലാം എനിക്ക് പറഞ്ഞു തരണം. ഇതിൻ്റെ അകത്ത് ഞാനൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ കയറ്റി വയ്ക്കുന്നു. ആരെയാണ് കയറ്റി വയ്ക്കുന്നത്? ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ കയറ്റി വയ്ക്കുന്നു. ഞാനൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ കയറ്റി വെച്ചോട്ടെ, വയ്ക്കാം. അപ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ കയറ്റി വെച്ചിരിക്കുകയാണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഇതിനകത്ത് കുറേ ആറ്റംസ് ഉണ്ടാവും. ഈ ആറ്റംസ് എല്ലാത്തിനും എന്തുണ്ട്? ഡൈപോൾ മൊമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ആറ്റത്തിനും ഡൈപോൾ മൊമെൻ്റ് ഒക്കെ ഉണ്ടെന്നുള്ള കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ ഇതിൽ കൂടെ ഒരു കറണ്ട് കയറ്റി വിട്ടു കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതിൽ കൂടെ ഒരു കറണ്ട് കയറ്റി വിട്ടു കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ സോളിനോയിഡിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോളിനോയിഡിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തിരിക്കുന്ന ഈ മാഗ്നറ്റിക് മെറ്റീരിയലിന് മാഗ്നറ്റിക് പവർ കിട്ടുകയും ചെയ്യും. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയും. ഇതിൻ്റെ അകത്തുള്ള ആറ്റംസ് എല്ലാം എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്, എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അകത്ത് അവനെ വെച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ആറ്റംസ് എല്ലാം എക്സ്റ്റേണൽ ഫീൽഡിനനുസരിച്ച് അലൈൻഡ് ആവും. നമുക്കറിയാമെന്നുള്ളതല്ലേ? അപ്പോൾ ഈ മെറ്റീരിയലിന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് കിട്ടും ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുറേ ഡൊമൈൻ ഉണ്ടെന്ന് വെച്ചോ. 50 ഡൊമൈൻ ഉണ്ട്. 50 എന്നല്ല, ഒരുപാട് കാണും. ഇപ്പോൾ എത്ര ഡൊമൈൻ ഉണ്ട്? 50 ഡൊമൈൻ ഉണ്ട്. അപ്പോൾ ഈ 50 ഡൊമൈനുള്ള ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ എടുത്തിട്ട് ഈ സോളിനോയിഡിൻ്റെ അകത്ത് വെച്ച് ഒരു ചെറിയ കറണ്ട് കയറ്റി വിട്ടു. കയറ്റി വിട്ടപ്പോഴത്തേക്ക് കഥ ശ്രദ്ധിക്കുക. ഇതാരാണ്? ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനകത്തൊരു 50 ഡൊമൈൻ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 50. ആരടുത്തും പറഞ്ഞു കൊടുക്കരുത്. 50 ഡൊമൈനാണ്. എന്നിട്ട് ഇതിൽ കൂടെ ഒരു കറണ്ട് കയറ്റി വിട്ടു. സോളിനോയിഡിൽ കൂടെ ഒരു കറണ്ട് കയറ്റി വിട്ടു. കറണ്ട് കയറ്റി വിടുമ്പോഴത്തേക്ക് ഈ സോളിനോയിഡിൻ്റെ അകത്ത് എന്തുണ്ടായി? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ് ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പൊളിഞ്ഞ് കിട്ടും? ഡൊമൈൻ പൊളിഞ്ഞ് കിട്ടും. ഡൊമൈൻ പൊളിഞ്ഞ് ആറ്റംസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻഡ് ആവാൻ തുടങ്ങും, അല്ലേ? ഇപ്പോൾ ഒരു കുഞ്ഞ് കറണ്ട് ആയതുകൊണ്ട് എല്ലാ ഡൊമൈനും പൊളിയില്ല. അപ്പോൾ കുറേ ഡൊമൈനൊക്കെ പൊളിഞ്ഞ് ആറ്റംസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻഡ് ആവും, ആണല്ലോ. ഇനി കറണ്ട് കൂട്ടിയാലോ? കുറേ കൂടെ എണ്ണം പൊളിഞ്ഞ് ആറ്റംസ് എല്ലാം ഒരേ ഡയറക്ഷനിലാവും. വീണ്ടും കറണ്ട് പവർഫുൾ ആക്കിയാലോ? എല്ലാ ഡൊമൈനും പൊളിയാൻ ഇനി ആരും തന്നെ ബാക്കിയില്ല. എല്ലാവരും പൊളിഞ്ഞ് എല്ലാ ആറ്റംസും ഒരേ ഡയറക്ഷനിൽ അലൈൻഡായി. ഇപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിന് ഇനിയും കറണ്ട് കൂട്ടിയോണ്ട് വല്ല ഗുണമുണ്ടോ? കറണ്ട് കൂട്ടിയോണ്ട് യാതൊരു ഗുണമില്ല. കാരണം ഇനി പൊളിയാൻ വേണ്ടി ഒരുത്തനും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ ആറ്റംസും ഒരേ ഡയറക്ഷനിൽ അലൈൻഡായി. ഓക്കെ, ഇപ്പോൾ ഈ മെറ്റീരിയൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ കിട്ടി എന്ന് പറയും. എന്തെന്ന് പറയും? മാഗ്നറ്റിക് സാച്ചുറേഷൻ കിട്ടി എന്നാണ് ഞാൻ പറയുക. അപ്പോൾ നിങ്ങളുടെ ഈ മെറ്റീരിയലിന് എന്ത് കിട്ടി? മാഗ്നറ്റിക് സാച്ചുറേഷൻ കിട്ടി. ഓക്കെ ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിൽ കൂടെയുള്ള കറണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കറണ്ടിനെ കുറയ്ക്കുന്നു. അപ്പോൾ കറണ്ടിനെ കുറയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മാഗ്നറ്റിക് പവറും കുറയുന്നത് കാണുന്നു. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് പവർ കുറയുന്നു. കറണ്ട് കുറച്ച് വന്നിട്ട് അവസാനം കറണ്ട് അങ്ങ് സീറോ ആക്കി. ഓക്കെ, കറണ്ട് സീറോ ആക്കുമ്പോഴത്തേക്ക് സോളിനോയിഡിൻ്റെ അകത്ത് ഇപ്പം എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോഴും ഞാൻ നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്തുള്ള ഡൊമൈൻ്റെ കാര്യങ്ങളാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇനിയും കുറേ ഡൊമൈൻസ് അതിനകത്ത് ബാക്കിയുണ്ട്. ആദ്യം ഡൊമൈനെല്ലാം പൊളിഞ്ഞ് ആറ്റംസ് എല്ലാം അലൈൻഡായി. ഇനി നമ്മൾ കറണ്ട് കുറയ്ക്കുമ്പോഴത്തേക്ക് ഇത് പഴയതുപോലെ വരെയാണ്. പഴയതുപോലെ ഡൊമൈൻ ആയി വരെയാണ്. അപ്പോൾ എന്നിട്ടും കുറേ എണ്ണം ഇപ്പോഴും അലൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അതായത് കറണ്ടിൻ്റെ വാല്യൂ 0 ആക്കിയിട്ടും കുറേ എണ്ണം
എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ അലൈൻഡ് ആയിട്ടിരിക്കുകയാണ്. അതായത് മെറ്റീരിയലിന് ഇപ്പോഴും ചെറിയ മാഗ്നറ്റിക് പവർ ഉണ്ട്. അതായത് കറണ്ട് സീറോ ആക്കിയിട്ടും മെറ്റീരിയലിന് മാഗ്നറ്റിക് പവർ ഉണ്ട്. അപ്പം മെറ്റീരിയലിന് മാഗ്നറ്റിക് പവർ നിലനിർത്താൻ ഒരു കഴിവുണ്ട്. ഇതിനെ അതിൻ്റെ റീറ്റൻറ്റിവിറ്റി എന്ന് പറയും. എന്താ പറയുക? റീറ്റൻറ്റിവിറ്റി. ഒന്നുമില്ല, റീറ്റൻറ്റിവിറ്റി. അല്ലെങ്കിൽ അതിനെ റെമണൻസ് എന്ന് പറയും. എന്താ പറയുക? റെമണൻസ്. അല്ലെങ്കിൽ അതിന് വേറെ പേരൂടെ ഉണ്ട്, റെസിഡുവൽ മാഗ്നറ്റിസം എന്നാണ് പറയുക. എന്താ പറയുക? റെസിഡുവൽ മാഗ്നറ്റിസം. അപ്പോൾ ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്, കുളമാക്കണം. അടുത്ത ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങ് മാറ്റി. സോളിനോയിഡിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങ് മാറ്റി. കറണ്ട് ഇപ്പോൾ നമ്മൾ പറയും നെഗറ്റീവ് കറണ്ട് എന്ന് പറയും. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കി. അങ്ങനെ ആക്കിയപ്പോഴേ ഒരു പർട്ടിക്കുലർ കറണ്ട് എത്തിയപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ, ആ ഫീൽഡ് അപ്പം നെഗറ്റീവ് ഫീൽഡാണെന്ന് ഞാനിപ്പോൾ പറയും. അപ്പോൾ ഒരു പർട്ടിക്കുലർ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറ്റി വിട്ടു കൊടുത്തപ്പോഴത്തേക്ക് ഈ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പവർ പോയി കിട്ടി. മനസ്സിലായ? അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ എല്ലാം പൊളിഞ്ഞിരുന്നതെല്ലാം വീണ്ടും ഡൊമൈനായി. അപ്പോൾ ഇവൻ്റെ മാഗ്നറ്റിക് പവർ പോയി കിട്ടി. അപ്പോൾ ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് കറണ്ട് കയറ്റി വിട്ട് ഒരു നെഗറ്റീവ് എച്ച് ഫീൽഡ് ഇതിനകത്ത് ഉണ്ടാക്കിയപ്പോഴാണ് ഇതിനകത്തുള്ള മാഗ്നറ്റിക് പവർ പോയി കിട്ടിയത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ നെഗറ്റീവ് എച്ച് ഫീൽഡിനെ ആ മെറ്റീരിയലിൻ്റെ കൊയേഴ്സിവിറ്റി എന്ന് പറയും. എന്താ പറയുക? കൊയേഴ്സിവിറ്റി. ഇല്ലാതാക്കരുത്. എന്താ പറയുക? കൊയേഴ്സിവിറ്റി. ഇനിയും ഞാൻ ആ നെഗറ്റീവ് കറണ്ട് കൂട്ടുകയാണ്. നെഗറ്റീവ് കറണ്ട് കൂട്ടുമ്പോഴത്തേക്ക് ഈ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എല്ലാം കൂടെ തിരിച്ച് എന്തുണ്ടായി? ഡൊമൈൻ ആയിരിക്കുകയാണ്. ഇനി കറണ്ട് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇനിയും നമ്മൾ കൂട്ടാനാണ് ഭാവമെങ്കിൽ ഈ നേരത്തെ അലൈൻ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആറ്റംസ് അലൈൻഡ് ആവും. അവസാനം എല്ലാ ഡൊമൈനും പൊളിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻഡ് ആവും. അപ്പോൾ മാഗ്നറ്റിക് സാച്ചുറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടിയെന്ന് ഞാൻ പറയും. ഇനിയും ഞാൻ എന്ത് ചെയ്യുക? കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കളിക്കുക. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് സന്തോഷമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, പേടിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. സിമ്പിൾ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് എന്തിനെയാണ്? ഒരു എന്ത് മെറ്റീരിയലാണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ് ഞാൻ എടുക്കുന്നത്. നോക്കിക്കോളൂ, ഇതൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ നോക്കിക്കോ. ഇപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ അവിടെ ഇരിക്കട്ടെ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഒരു സോളിനോയിഡ് ചുറ്റി. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കണ്ടീഷൻ എന്താണ്? എന്ത് ഫോം ചെയ്തിരിക്കുകയാണ്? എല്ലാ ആറ്റംസും, നന്നായിട്ട് പറയണം, ആറ്റംസ് എല്ലാം ഡൊമൈൻ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഡൊമൈൻ ഫോം ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് എണ്ണന്മാരും ഡൊമൈൻ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മെറ്റീരിയലിന് ഇപ്പം എന്തില്ല? മാഗ്നറ്റിക് പവറും പുണ്ണാക്കൊന്നും ഇല്ല. ഇനി ഞാൻ ഇതിൽ കൂടെ ഒരു കറണ്ട് കയറ്റി വിട്ടു. ഈ സോളിനോയിഡിൽ കൂടെ ഞാനൊരു കറണ്ട് കയറ്റി വിട്ടു. ഓക്കെ, ചെറിയ കറണ്ടാണ് കയറ്റി വിട്ടത്. കറണ്ട് കയറ്റി വിടുമ്പോൾ ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിനെ ഞാൻ എച്ച് ഫീൽഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? എച്ച് ഫീൽഡ്. അപ്പോൾ സോളിനോയിഡിൻ്റെ അകത്ത് ഞാൻ ഒരു എച്ച് ഫീൽഡ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് അപ്പോൾ എന്ത് കിട്ടും? മാഗ്നറ്റിക് പവർ കിട്ടും. എങ്ങനെയാണ് മാഗ്നറ്റിക് പവർ കിട്ടുന്നത്? അതിൻ്റെ എന്ത് പൊളിയും? ഡൊമൈൻ പൊളിഞ്ഞു. കുറേ ഡൊമൈൻ പൊളിഞ്ഞിട്ടല്ല ഒരേ ഡയറക്ഷനിൽ അലൈൻഡായി. അപ്പോൾ കുറച്ച് കറണ്ട് കയറ്റി വിട്ടപ്പോൾ കുറച്ച് ഡൊമൈൻ പൊളിഞ്ഞ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻഡായി. അപ്പോൾ ഇവന് കുറച്ച് മാഗ്നറ്റിക് പവർ കിട്ടി. ഇനി കുറേയും കൂടെ കറണ്ട് കയറ്റി വിട്ടു കൊടുത്താൽ കുറേയും കൂടെ ഡൊമൈൻ പൊളിയും, ആറ്റംസ് ഒരു ഡയറക്ഷനിൽ അലൈൻഡ് ആവും, കുറേ കൂടെ മാഗ്നറ്റിക് പവർ കിട്ടും. ഇനിയും കറണ്ട് കയറ്റി വിട്ടാൽ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഡൊമൈൻസും പൊളിയും, ആറ്റംസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻഡ് ആവും. ഈ മെറ്റീരിയലിന് മാക്സിമം മാഗ്നറ്റിക് പവർ കിട്ടും. ഇതിനെ മാഗ്നറ്റിക് സാച്ചുറേഷൻ എന്ന് നമ്മൾ വിളിക്കും. എന്താ വിളിക്കുക? മാഗ്നറ്റിക് സാച്ചുറേഷൻ. അപ്പോൾ ഇനി ഇതിനകത്ത് എന്ത് പൊളിയാനില്ല? ഡൊമൈൻ പൊളിയാനില്ല. ഇനി എന്താണ് ചെയ്തത്? ഇതിലെ കറണ്ട് ഞാൻ കുറയ്ക്കുന്നു. കറണ്ട് കുറയ്ക്കുമ്പം ഇതിന് കിട്ടിയ മാഗ്നറ്റിക് പവർ എന്ത് ചെയ്യും? കുറയും. അവസാനം ഇതിലെ കറണ്ടിൻ്റെ വാല്യൂ 0 ആക്കി നോക്കി. കറണ്ടിൻ്റെ വാല്യൂ 0 ആക്കിയപ്പോൾ എച്ച് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയി. ആ സമയത്ത് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? കറണ്ടിൻ്റെ വാല്യൂ 0 ആക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ മാഗ്നറ്റിക് പവറൊക്കെ പോയി കിട്ടിയെന്നാണ്. പക്ഷെ ഇല്ല, ഈ മെറ്റീരിയലിന് കുറച്ച് മാഗ്നറ്റിക് പവർ നിലനിർത്താനുള്ള കഴിവുണ്ട്. അതിൻ്റെ റീറ്റൻറ്റിവിറ്റി എന്ന് പറയും. എന്താ പറയുക? റീറ്റൻറ്റിവിറ്റി അല്ലെങ്കിൽ റെമണൻസ് അല്ലെങ്കിൽ
റെസിഡുവൽ മാഗ്നറ്റിസം എന്നൊക്കെ പറയും. എന്താ പറയുക? റെസിഡുവൽ മാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് ഇപ്പോൾ ഇല്ല. കറണ്ട് ഇല്ല എങ്കിലും ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് കുറച്ച് മാഗ്നറ്റിക് പവർ ഉണ്ട്. ഇനി അടുത്തെന്താണ് ചെയ്തത്? ഇതിൽ കൂടെയുള്ള കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കിയിട്ട് കറണ്ട് അങ്ങ് കൂട്ടി കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവൂലേ, അതിനെ നെഗറ്റീവ് എച്ച് ഫീൽഡ് എന്ന് പറയും. എന്താ പറയുക? നെഗറ്റീവ് എച്ച് ഫീൽഡ്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കറണ്ടിനെ കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് എച്ച് ഫീൽഡാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് എച്ച് ഫീൽഡ് എത്തുമ്പോൾ ഈ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പവർ പോയി കിട്ടും. അപ്പോൾ ആ നെഗറ്റീവ് എച്ച് ഫീൽഡിനെ അതിൻ്റെ എന്താ പറയുക? കോയേഴ്സിവിറ്റി എന്നാണ് പറയുക. എന്താ പറയുക? കോയേഴ്സിവിറ്റി. ഇനി എന്താണ് ഞാൻ ചെയ്തത്? അടുത്ത് ഞാൻ എന്താണ് ചെയ്തത്? അങ്ങനെ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കറണ്ട് അങ്ങ് കൂട്ടിപ്പോയി. അപ്പോൾ നെഗറ്റീവ് എച്ച് ഫീൽഡിൻ്റെ വാല്യൂ കൂടിപ്പോയി. അവസാനം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എല്ലാ ഡൊമൈൻസും അലൈൻഡ് ആവും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ അറ്റൈൻഡ് ആവും. ഓക്കെ, ഇനി കറണ്ട് വീണ്ടും ഓപ്പോസിറ്റ് ആക്കുക, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കണം. നന്നായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടേ നോക്കാവൂ. കറണ്ട് കൂട്ടുമ്പം സോളിനോയിഡിൻ്റെ അകത്തുള്ള എച്ച് ഫീൽഡ് കൂടും. കറണ്ട് കുറയുമ്പം സോളിനോയിഡിൻ്റെ അകത്തുള്ള എച്ച് ഫീൽഡ് കുറയും. ഇനി കറണ്ട് 0 ആകുമ്പോഴത്തേക്ക് സോളിനോയിഡിൻ്റെ അകത്ത് എച്ച് ഫീൽഡ് ഇല്ല. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പം സോളിനോയിഡിനകത്തുള്ളത് എന്താണ്? നെഗറ്റീവ് എച്ച് ഫീൽഡാണ്. ഇത്രയും മാത്രം ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ എച്ചും ഈ മെറ്റീരിയലിന് കിട്ടിയ ബിയും കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എച്ചും ബിയും കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നിങ്ങൾ നോക്കൂ, ഇനീഷ്യലി നിങ്ങളുടെ മെറ്റീരിയലിന് മാഗ്നറ്റിക് പവർ ഒന്നും ഇല്ലല്ലോ. മാഗ്നറ്റിക് പവർ ഒന്നും ഇല്ല. നിങ്ങൾ കറണ്ട് കൂട്ടി എന്ന് പറഞ്ഞാൽ എച്ച് കൂട്ടിയപ്പോൾ ആ മെറ്റീരിയലിന് കിട്ടിയ മാഗ്നറ്റിക് പവറും കൂടി. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഗ്രാഫാണ് ഇത്. കണ്ടോ? അങ്ങനെ കൂടി അതിന് എന്ത് കിട്ടി? മാഗ്നറ്റിക് സാച്ചുറേഷൻ കിട്ടി. അപ്പം ഈ പോയിന്റിനെ നമ്മൾ മാഗ്നറ്റിക് സാച്ചുറേഷൻ എന്ന് പറയുന്നു. എന്താണ് പറയുക? മാഗ്നറ്റിക് സാച്ചുറേഷൻ. അപ്പം നമ്മൾ ആ പോയിന്റ് ഞാൻ കാണിക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. കണ്ടില്ലേ? ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പം ഇവിടെ എത്തി. ഇപ്പം ഈ പോയിന്റിനെ നമ്മൾ എന്താ പറയുക? മാഗ്നറ്റിക് സാച്ചുറേഷൻ. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അടുത്തെന്ത് ചെയ്തു? ഇനി നിങ്ങൾ ചെയ്ത പണി പറ. കറണ്ട് കുറച്ചു എന്ന് പറഞ്ഞാൽ എച്ച് ഫീൽഡ് കുറച്ച സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് 0 ആക്കി. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഗ്രാഫാണ് ഇതാണ്ട് ഇത്. കണ്ടോ? നിങ്ങൾ കണ്ടോ? ഗ്രാഫ് ഇവിടെ എത്തി. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ പോയിന്റിന്റെ പ്രത്യേകത നമുക്ക് നേരെ താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും. എച്ചിന്റെ വാല്യൂ 0 ആണ്. അതായത് കറണ്ട് 0 ആക്കി, അപ്പൊ എച്ച് 0 ആണ്. ആ സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ എച്ച് 0 ആണെങ്കിലും ബി വാല്യൂ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പോയിന്റ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് എന്തിനെ കാണിക്കുന്നു? റീറ്റെന്റിവിറ്റി അല്ലെങ്കിൽ റെമനൻസ് അല്ലെങ്കിൽ റെസിഡുവൽ മാഗ്നറ്റിസത്തിനെ കാണിക്കുന്നു. ഇനി അടുത്തെന്താ ഇത്? ഇനി കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കി കൂട്ടിക്കൊണ്ടുപോവാണ്. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഗ്രാഫാണ് ഇത്. കണ്ടോ നിങ്ങൾ ഗ്രാഫ്? ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ സമയത്ത് എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ആ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്ത് കിട്ടിയ മാഗ്നറ്റൈസേഷനെ ഞാൻ ഇവിടെ ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. എം എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ എമ്മിന്റെ വാല്യൂ എത്രയായി? 0. അപ്പോൾ എച്ച് ഫീൽഡ് ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് എച്ച് ഫീൽഡ് കൊടുത്തപ്പോൾ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പവർ 0 ആയ പോയിന്റ് ആണിത്. അപ്പോൾ ഈ പോയിന്റിനെ, അതായത് സി എന്ന് ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിനെ ആ മെറ്റീരിയലിന്റെ കോയേഴ്സിവിറ്റി എന്നാണ് പറയുക. എന്താ പറയുക? കോയേഴ്സിവിറ്റി. അപ്പോൾ O തൊട്ട് സി വരെയുള്ള ദൂരത്തിനെ എന്താ പറയുക? കോയേഴ്സിവിറ്റി എന്നാണ് പറയുക. എന്താ പറയുക? കോയേഴ്സിവിറ്റി. ഇനി ഈ പോയിന്റിന് എന്താണ് പറഞ്ഞത് നമ്മൾ നേരത്തെ? റീറ്റെന്റിവിറ്റി ഓർ റെമനൻസ് ഓർ റെസിഡുവൽ മാഗ്നറ്റിസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ O തൊട്ട് ബി വരെയുള്ള ആ ദൂരമാണ് എന്തിനെ കാണിക്കുന്നത്? റീറ്റെന്റിവിറ്റിയെ. എന്തിനെ കാണിക്കുന്നു? റീറ്റെന്റിവിറ്റിയെ കാണിക്കുന്നു. ഇനി അടുത്തെന്താണ്? ഇനി നമ്മൾ എന്താണ് ചെയ്ത്? എച്ച് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിലെ കറണ്ട് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടിയ ഗ്രാഫാണ് ഈ പോയിന്റ് ഡി എന്ന് പറയുന്നത്. എന്തിനെ കാണിക്കുന്നു? വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് സാച്ചുറേഷനെ കാണിക്കുന്നു. ഇനി വീണ്ടും കറണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കി എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു. അപ്പോഴും കിട്ടിയ ഗ്രാഫാണിത്. വീണ്ടും പഴയ സാച്ചുറേഷൻ പോയിന്റിലേക്ക് തിരിച്ചെത്തി. ഇപ്പം നമ്മൾ
പറയും ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ പൂർത്തിയാക്കി മെറ്റീരിയൽ എന്ന് പറയും. എന്താ പറയുക? മെറ്റീരിയൽ ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ പൂർത്തിയാക്കി എന്ന് പറയും. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഗ്രാഫിനെ നമ്മൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്നാണ് പറയുക. എന്താ പറയുക? ഹിസ്റ്ററിസിസ് ലൂപ്പ്. ഹിസ്റ്ററിസിസ് ലൂപ്പ്, മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എച്ച് ഫീൽഡ് കൊടുക്കുന്നതനുസരിച്ച് മെറ്റീരിയലിന് മാഗ്നറ്റിക് പവർ അതേപോലെ കിട്ടണമെന്നില്ല, കുറച്ച് ലാഗ് ഉണ്ടാവും. അപ്പോൾ ദിസ് ലാഗിങ് ഓഫ് മാഗ്നറ്റൈസേഷൻ ബിഹൈൻഡ് എച്ച് ഫീൽഡ് ഈസ് നോൺ ബൈ ദ നെയിം മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. എന്താണ് പറയുക? ലാഗിങ് ഓഫ് മാഗ്നറ്റൈസേഷൻ ബിഹൈൻഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് നോൺ ബൈ ദ നെയിം മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് കിട്ടിയില്ലേ? ഞാൻ ഇപ്പം പറഞ്ഞു ദ മെറ്റീരിയൽ ഹാസ് അണ്ടർഗോൺ എ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ നമുക്കിവിടെ ഈ കിട്ടിയ ഗ്രാഫിൻ്റെ അകത്തുള്ള ഇത്രയും ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ നടത്തി കഴിയുമ്പം നിങ്ങൾ ആ വച്ച മെറ്റീരിയൽ കയറി ചൂടാവും. ആ ചൂട് എത്രയാണെന്ന് അറിയണമെങ്കിൽ, ആ ഹീറ്റ് എനർജി എത്രയെന്ന് അറിയണമെങ്കിൽ ഈ ലൂപ്പിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സോ ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ദ സ്പെസിമെൻ വെൻ ഇറ്റ് അണ്ടർഗോസ് എ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയും. സ്റ്റോറി എല്ലാം ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാർട്ടിങ് സെക്ഷൻ ഒന്നുകൂടെ പറയാം. എന്താണ് നിങ്ങൾ എന്താണ് എടുക്കേണ്ടത്? യു ടേക്ക് എ ferromagnetic material. You take a ferromagnetic material. Okay, this is a ferromagnetic material. Ferromagnetic material ആകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയാം. So this is a ferromagnetic material. See, there will be so many domains. Okay, there will be so many domains. You know the story. This material is placed inside a solenoid. Okay, initially no current in the solenoid, so no magnetic field inside the solenoid, so no H field, so no magnetic power for the material. This is represented by the point O. Okay, then you send a small current through this. Okay, then H field will be developed inside the solenoid. This material will get a magnetic power because some domains break. So material will get magnetic power. See, with the increase of current, what happens? H field increases, M value also increases. So it is represented by this graph. Okay, so with the increase of H, M also increases, and finally all the rings are broken. Then material gets maximum magnetic power. Then that condition is called magnetic saturation. It is represented by the point A. Then next, what is the next? Now current is reduced. When current is reduced, M value decreases. Then that is represented by this portion of the graph. Okay, then when current becomes zero, H field becomes zero. But in that condition also, material retains some magnetic power. So when H is zero, M is not equal to zero. So it is represented by this point. So material can retain some magnetic power. So this point represents retentivity or remanence or residual magnetism. O to B, OB represents retentivity. Okay. Now what are you going to do? Now you are changing the direction of current. So I call negative current. So H field also becomes negative H field. So negative H field is increased. Then see what happens? M value decreases, and I am getting a graph like this. The point C is reached. See, what is the speciality of point C? Here negative H is there, but M value is zero. So at a particular negative H field, M value becomes zero. So material loses magnetic power it got. This point is known by the name what? Coercivity. What is it? Coercivity. So OC represents coercivity. Then I am increasing the negative current. See, negative H field increases. Again, magnetic saturation is attained in the negative direction, opposite direction. Again, I am reversing the current, and I can reach the same saturation point A again.
then we say material has undergone a cycle of magnetization. When the material undergoes a cycle of magnetization, material gets heated, then area of hysteresis loop will be equal to heat generated. So how can you calculate the heat energy generated? By calculating the area of hysteresis loop. If the area of hysteresis loop is more, heat generated in the specimen will be more. ബുദ്ധിമുട്ടുണ്ടോ? ദെൻ അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഒരു പെർമനന്റ് മാഗ്നറ്റ് എനിക്ക് ഉണ്ടാക്കണം. പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിന് മാഗ്നറ്റിക് പവർ റീറ്റെയിൻ ചെയ്യാൻ കഴിവ് വേണം. അപ്പോൾ അതിന് ഹൈ റീറ്റെൻറ്റിവിറ്റി വേണം. അടുത്തെന്താണ്, അങ്ങനെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എച്ച് ഫീൽഡ് കൊടുത്തൊന്നും ഇതിൻ്റെ മാഗ്നറ്റിക് പവർ പോക്കാനും പറ്റരുത്. അപ്പോൾ എന്താണ്, കൊയേഴ്സിവിറ്റി ഹൈ ആയിരിക്കണം. കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എച്ച് ഫീൽഡാണ്. അപ്പോൾ ആ കൊയേഴ്സിവിറ്റി വാല്യൂ കൂടുതലായിരിക്കണം. ഇത്തിരി പോലും നെഗറ്റീവ് എച്ച് ഫീൽഡ് കൊടുത്താലൊന്നും ഇതിൻ്റെ മാഗ്നറ്റിക് പവർ അടിച്ചു പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിരിക്കണം പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഏത് മെറ്റീരിയൽ ആയാലും ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്, അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ഹൈ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ്? മെയിൻ ടു പ്രോപ്പർട്ടീസ് ആർ എന്താണ്? ഇറ്റ് മസ്റ്റ് ഹാവ് ലാർജ് റീറ്റെൻറ്റിവിറ്റി, ഇറ്റ് മസ്റ്റ് ഹാവ് ലാർജ് കൊയേഴ്സിവിറ്റി. ഓർത്ത് വയ്ക്കുക. സി എക്സ്പ്ലെയിൻ ദ ഗ്രാഫ് ഫ്രം ദ ബിഗിനിങ്. കൺസിഡർ a ferromagnetic material kept inside a solenoid. Initially there is no current in the solenoid, so H field inside is 0. The material has no magnetic power, so M value is also 0. It is represented by the point O. Then current in the solenoid is increased, H also increases, material gets magnetic power, so M also increases. Then when current is again increased, H value increases and magnetic saturation is attained. It is represented by the point A. Then current is decreased, H value decreases. Then when H becomes 0, the material retains some magnetic power. The point B is hence known by the name retentivity or remanence or residual magnetism. So OB represents residual magnetism. Then what is the next? Current is now put to negative values. Current is reversed, then and increased. Then negative H field increases. So at a particular negative H field, the material loses magnetic power. So this point is known as what? Coercivity. So OC represents coercivity. What is the next? Negative current is increased, so negative H value increases. Again magnetic saturation is attained at D. Now current is reversed and the point A is again reached. Now we say the material has undergone a cycle of magnetization. When the material undergoes a cycle of magnetization, what will be developed? Heat will be developed. Then how will you calculate the amount of heat energy developed? Heat will be equal to the area of hysteresis loop. Okay, then for a see, listen here. ഇവിടെ ഞാൻ ഒരു പർട്ടിക്കുലർ എച്ച് വാല്യൂ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വരച്ചു നോക്കിയാൽ നോക്കൂ, ഒരു ബി വാല്യൂ, വേറെ ബി വാല്യൂ, വേറെ എം വാല്യൂ. സോ ഫോർ എ പർട്ടിക്കുലർ എച്ച് വാല്യൂ, ബി വാല്യൂ ഓർ എം വാല്യൂ ഈസ് നോട്ട് യുണീക്ക്. ഇതിനെ പറയുന്ന പേരാണ് ഹിസ്റ്ററിസിസ്. സോ ഫോർ എ പർട്ടിക്കുലർ എച്ച് വാല്യൂ, ബി ഓർ എം ഈസ് നോട്ട് യുണീക്ക്. സോ ദിസ് ഈസ് നോൺ ആസ് ഹിസ്റ്ററിസിസ്. ഓക്കെ, സോ എച്ച് കൂടുന്നതനുസരിച്ച് എം കൂടി വരില്ല. സോ ലാഗിങ് ഓഫ് എം ബിഹൈൻഡ് എച്ച് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. അപ്പോൾ ഇത് വരച്ചു പഠിച്ചോണം. ഓക്കെ.